അല്ല, നിങ്ങളുടെ അടുക്കളയൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് താമസം മാറ്റിയ ശേഷേ ഞാൻ ആകെപ്പാടെ 1-2 തവണയും വന്നിട്ടുള്ളൂ. ആ അത് തന്നെ എനിക്കും പറയാനുള്ളത്. പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും വരുമായിരുന്നു. ഇടി അതിപ്പോ നടക്കത്തില്ലെന്നേ. അച്ഛൻ അവിടെ ഒറ്റയ്ക്കല്ല ഉള്ളത്. അച്ഛന്റെ കാര്യമില്ല ഞാനല്ലേ നോക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്താലും അച്ഛന് ഇഷ്ടപ്പെടത്തില്ല. കുറച്ചു ദിവസം അവിടെയൊക്കെ വന്ന് നിൽക്കണം. ആ അയ്യോ, തേങ്ങ ഒഴിച്ചില്ല. ഞാൻ പൊതിക്കാം. അല്ല മങ്ങളെ, ഈ തേങ്ങ പൊതിക്കുന്ന ഒരു കുന്ത്രാണ്ടമില്ലേ, പാര പോലും സാധനം, അതില്ലേ ഇവിടെ? ഉണ്ട്, എന്നെ നാക്ക് കൊടുത്ത് നന്നാക്കാൻ കൊടുത്തേക്കണം. എടി അതൊക്കെ എപ്പോഴും നന്നാക്കി വീട്ടിൽ വെച്ചേക്കണ്ടേ? അത്യാവശ്യം നോക്കരുത് കുത്തണമെന്നുണ്ടെങ്കിലേ അതെടുത്ത് നമുക്ക് പ്രയോഗിച്ചു കൂടായോ? അല്ല മങ്ങളെ, അപ്പൊ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യുന്നത്? ഓ, എന്താണ് ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഈ തേങ്ങ പൊതിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ആളിയാ. തേങ്ങ ഞാൻ പൊതിക്കാം. വേണോണ്ട, ഞാൻ പൊതിച്ചോളാം. എന്താ അളിയനൊരു കളിയും ചിരിയൊക്കെ? മണി, എന്റെ ചേട്ടൻ കുറച്ച് ദിവസം ഇവിടെ കാണുമോ? ആ കാണും. എന്തു പറ്റി? വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ പറഞ്ഞൊന്നുമല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ ചേട്ടനെ പിടിക്കൂലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കല്യാണശേഷം എത്രയോ പ്രാവശ്യം നിന്റെ ചേട്ടൻ വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ മണി, സമയം കിട്ടുമ്പോൾ നിന്റെ ചേട്ടനൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്ത് കാര്യം? അത് ഈ വീട് നമ്മുടെ സ്വന്തമാണെന്നും ഞാനൊരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാണെന്നും അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പറയണം. അതായത് എൻ്റെ ചേട്ടന് സ്റ്റാറ്റസ് പോരെന്ന്. പെങ്ങളെ, അല്ല തേങ്ങ എവിടെ കിടക്കുന്ന പറഞ്ഞേ? അതാ ഷെഡി കിടപ്പുണ്ട്. ഷെഡിനകത്ത്? എൻ്റെ മൂലയിലുണ്ട്. അല്ല, ഇവിടെ ആരോ സ്റ്റാറ്റസോ സ്റ്റാൻഡേർഡോ കുറവുണ്ടെന്ന് പറയുന്ന കേട്ട പോലെ ഞാൻ കേട്ടതായിട്ട് തോന്നി. അത് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക്. അപ്പുറത്തെയോ ഇപ്പുറത്തെയോ ഏതെങ്കിലും വീട്ടുകാർ ശല്യത്തിന് വരുന്നുണ്ടെങ്കിൽ ഈ ചേട്ടനോട് പറയണം, ആ വീട് ഞാൻ പൊളിച്ചു മാറ്റും. ഇല്ല അളിയാ, ഇവിടെ ആരും ഒരു ശല്യത്തിനും വരുന്നില്ല. അളിയൻ തേങ്ങ പൊതുക്കി. അങ്ങനെ പറ. മണി, വീട് പൊളിച്ചു പോയിട്ട് ഇയാളെന്ന് JCB-യാ. ഞാൻ ഒരു കാര്യം പറയാം, കുടുംബത്തിലെ ചട്ടമ്പിത്തരം ഒന്നും കാണിക്കരുത്. അതൊക്കെ നിർത്തേണ്ട സമയമായി. ഇല്ലെങ്കിലുണ്ടല്ല നാട്ടുകാർ മുട്ടുകാല് തല്ലി ഓടിക്കും. ആരുടെ മുട്ടുകാലത്ത് എല്ലു പിടിക്കുന്ന കാര്യം അടിയൻ പറഞ്ഞേ? അളിയ, അത് എൻ്റെ ബാങ്കിലെ ഒരു സ്റ്റാഫിന്റെ ബന്ധുവിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്ന വേറൊരു ബന്ധു പറഞ്ഞു. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അളിയന് ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അളിയനോട് പറയണം, ഞാൻ സോൾവ് ചെയ്ത് തരാം. അല്ല പെങ്ങളെ, എത്ര തേങ്ങ പൊതിക്കണമെന്ന് പറഞ്ഞു? 1-2 ഒക്കെ മതി. 3-4 പൊതിച്ചേക്കാം. അല്ലേ വേണ്ട 6 പൊതിച്ചേക്കാം. അതെ. ബാങ്കിൽ വന്ന് ക്ലിയർ ചെയ്യുവൻ ആരടി? തീരെ അങ്ങ് വലിയ മറ്റവനാന്ന് നോക്കണ്ട. നോക്കിക്കോ, ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല ഞാനും ഒരു നാട്ടുപുറത്ത് കയറാൻ തന്നെ. ഞാനും പല ചട്ടമ്പികളെ കണ്ടിട്ടുമുണ്ട്. ചട്ടമ്പികളെ കണ്ടിട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. വർത്താനം കേട്ട ആരൊക്കെ കൈകാര്യം ചെയ്ത പോലെ ഉണ്ട്. കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യും. വേണമെങ്കിൽ ഇവിടെ ചേട്ടനെ വരെ നിലയ്ക്ക് നിർത്തും. ചേട്ടനെ പറഞ്ഞത് പിടിച്ചില്ല. വിവരമില്ലാത്ത താടി പോത്ത്. നീയല്ല, നിന്റെ ചേട്ടൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ കേട്ടോ. കൈ ചൂണ്ടി സംസാരിക്കണം. എന്താ ഇവിടെ ശബ്ദം കേട്ടെ? ഒന്നുമില്ല ഏട്ടാ, ഒന്നുമില്ല. എന്താ അളിയാ പ്രശ്നം? ഒന്നുമില്ല. അല്ല, എന്തോ ഇവിടെ ചീഞ്ഞ് നാറി മണക്കുന്നുണ്ടല്ലോ. അത് ഇവളുടെ കൈ ഈ സ്ലാബിൽ കയറി തട്ടി, അപ്പൊ വേദനിച്ച്, അപ്പൊ അവള് നിലവിളിച്ച്. ശരി അല്ലേടി? തേങ്ങ വെച്ചേട്ടാ. എങ്ങനെ പൊതിക്കാനാ? തേങ്ങ പൊതിച്ചോണ്ടിരിക്കുമ്പോഴാ ഇവിടെ ഈ നിലവിളി ശബ്ദം കേട്ടത്. നിലവിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് ഓടി വന്നേ. മോളെ, നീ വരുന്നോ മാമന്റെ കൂടെ തേങ്ങ പൊതിക്കാൻ? ഇല്ല, മാമ പൊതിച്ചു. എന്നാ പിന്നെ ഞാൻ പോയി ഒറ്റയ്ക്ക് പൊതിക്കാം അല്ലേ? എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞ എന്റെ ചേട്ടൻ അത് ആരാണെങ്കിലും തട്ടും. പിന്നെ ഞൊട്ടും ഒന്ന് പോടി. പിന്നെ ഞാൻ കണ്ടു ചേട്ടൻ വന്നപ്പോ മുട്ടിങ്ങനെ ഇടിച്ചത്. മുട്ടിടിച്ച? ആരുടെ മുട്ടിടിച്ച്? ചേട്ടൻ കേക്കണ്ട. ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീർന്നാ തീർക്കാം. നിന്റെ ചേട്ടാര്
പുലിനട വീട്ടി ഭാർഗവൻ പിള്ളയുടെ മോൻ, പുലിനട വീട്ടി മണിക്കുട്ടൻ, മണിക്കുട്ടൻ ചട്ടമ്പി. എന്റെ ചേട്ടന് പറയുന്നോ? എന്റെ ഞാൻ ചേട്ടനെ വിളിക്കും കേട്ടോ. ചേട്ടാ, അയ്യോ അയ്യോ. എന്താ അവിടെ? അച്ഛാ, ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടച്ചാ. എങ്ങോട്ടെങ്കിലും ഇറങ്ങോടാ, ഞാൻ പട്ടിയാ. എന്താ പറഞ്ഞേ? എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, അവള് വിളിച്ചില്ല. അവള് വിളിച്ചില്ല. വിളിച്ചോലെ എനിക്ക് തോന്നിയല്ലോ. മാമന് തോന്നിയതായിരിക്കും. തേങ്ങ പൊതിച്ചില്ലേ? തേങ്ങ പൊതിച്ചില്ല. എങ്ങനെ പൊതിക്കാനാ? പൊതിക്കാൻ തുടങ്ങുമ്പോഴേ നിലവിളി ശബ്ദം കേൾക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്നാ പോയി തേങ്ങ പൊതി. അല്ല മോളെ, നീ വരുന്നോ മാമന്റെ കൂടെ തേങ്ങ പൊതിക്കാൻ? എനിക്ക് തേങ്ങ പൊതിക്കാൻ ഇഷ്ടമല്ല അമ്മ. അല്ല, അച്ഛ ഒന്ന് വരണ്ടു. ആര്? ഞാനാ? കൊള്ളാം. മതിഹേ, കിടന്ന് ഷോ കാണിക്കണ്ട. ഞാൻ അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കിപ്പോ. ഞാൻ പറഞ്ഞില്ലേ, നീ വിളിയടി. വിളിക്കട്ടെ? ഓ, ചേട്ടാ, ചേട്ടാ. ആ തേങ്ങ ഇപ്പൊ കൊണ്ടുവരാം. ഓ, ഓ. എണിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചേട്ടനോട് എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാൻ പോവാം, പക്ഷെ പോണത് പേടിച്ചിട്ടൊന്നുമല്ല. ഒന്ന് ഇറങ്ങി പോ അച്ഛാ. ഞാൻ പോണില്ല. നിങ്ങൾ ഇറങ്ങിപ്പോ. പോയി, എല്ലാം പോയി. എന്നാ വാ, പോ, പോ. നമുക്ക് പോ. ഞാൻ പോണില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോകും. സ്വന്തമായിട്ട് അധ്വാനിച്ച് വീടും വാങ്ങിച്ച് ആ വീട്ടിൽ ധൈര്യമായിട്ട് ഇരിക്കാനും വയ്യ. അവളും അവളുടെ ഒരു ചേട്ടനും. നീയൊക്കെ അനുഭവിക്കുവാടി. ഇതിനോടൊക്കെ ദൈവം ചോദിക്കും. എന്താളിയാ പ്രശ്നം? ഒന്നുമില്ല അളിയ, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അളിയ തേങ്ങ പൊതിച്ചോ? ഉരുളയ്ക്ക് പേര്